ഹലോ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫേസ് പാക്കായിട്ടാണ്. അപ്പോൾ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനും അൺഈവൻ സ്കിൻ ടോൺ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് റെഡിയാക്കാനും സ്കിന്ന് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാനൊക്കെ പറ്റിയൊരു ഫേസ് പാക്കാണ്. ഇത് കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ജെൻസിനും എല്ലാവർക്കും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് നമുക്ക് വേഗം തന്നെ നോക്കാം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ ബാദാമാണ്. അപ്പോൾ ഒരു 3-4 ബാദാം ഞാനിവിടെ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഓവർനൈറ്റ് കുതിർത്തി വെച്ചതാണ്. എന്നിട്ട് അതിൻ്റെ തോല് കളയുക. ഇപ്പോൾ നിങ്ങൾക്ക് ഓവർനൈറ്റ് കുതിർത്താൻ പറ്റിയില്ലെങ്കിലും കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു 1 hour സംഭവം റെഡിയായി കിട്ടും. അപ്പോൾ ഈ ബാദാമിൻ്റെ തോല് കളഞ്ഞ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് കല്ലുമ്മ വെട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഉരച്ച് എടുക്കണം. ഇത് ഞാൻ ചന്ദനമൊക്കെ ഉരയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു ചെറിയൊരു കല്ലാണത്. അപ്പോൾ നമുക്ക് അതിലിട്ടിട്ട് നന്നായിട്ടിങ്ങനെ ഓരോ ബാദാമും ഇതുപോലെ ഉരച്ചെടുത്തിട്ട് അതിൻ്റെ ക്രീം തനിയായിട്ട് നമുക്ക് എടുക്കണം. ഇനിയിപ്പോൾ ഇതുപോലത്തെ കല്ല് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു തുള്ളി വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ച് എടുക്കുക. നല്ല പേസ്റ്റായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ ഉരയ്ക്കുമ്പോൾ ഒന്നിങ്ങനെ ഡ്രൈ, നമ്മൾ ചന്ദനമൊക്കെ കല്ലിൻ്റെ മേലെ ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ ഒന്നിങ്ങനെ ഡ്രൈ ആവുമല്ലോ. അപ്പോൾ അതേമാതിരി ഇങ്ങനെ ആവുന്ന സമയത്ത് കുറച്ച് റോസ് വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്ത് അത് ഡ്രൈ ആവുന്ന സമയത്ത് റോസ് വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഇതുപോലെ റോസ് വാട്ടർ സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ അരച്ചെടുക്കുക. അപ്പോൾ ഒരു ചെറിയൊരു നനവുണ്ടാവും. ഇനി റോസ് വാട്ടർ ഇല്ലെങ്കിൽ നോർമൽ സാധാരണ വെള്ളം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയ റോസ് വാട്ടറാണ്. അപ്പോൾ അതിങ്ങനെ സ്പ്രേ ചെയ്ത് ഈ ബാദാം മൊത്തം കല്ലിലിട്ടത് നന്നായിട്ട് ഉരച്ച് എടുക്കുക. എന്നിട്ട് ബാദാമെല്ലാം നന്നായി ഉരച്ചെടുത്തതിന് ശേഷം അതൊരു സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് ഞാൻ അതിൻ്റെ ആ ഒരു പേസ്റ്റ് മാത്രം തനിയെ എടുത്തിട്ടുണ്ട്. ഇത്രയും ഒരു 3 ബാദാം നമുക്ക് അരച്ചപ്പോൾ ഇത്രയും ബാദാമിൻ്റെ ആ ഒരു പേസ്റ്റ് നമുക്ക് കിട്ടി. ഇനി അടുത്ത് വേണ്ട മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചന്ദനമാണ്. ഇപ്പോൾ ഇത് ചന്ദനത്തിൻ്റെ ഒരു ചെറിയൊരു പീസാണ്. അപ്പോൾ അതും അതേപോലെ കല്ല് കഴുകേണ്ട ആവശ്യമില്ല. അതേപോലെ ആ കല്ലിൽ വെച്ചിട്ട് നമുക്ക് ഉരച്ച് എടുക്കുക. അപ്പോൾ ചന്ദനത്തിൻ്റെ ഇതുപോലത്തെ ചെറിയ കഷണം കിട്ടിയില്ലെങ്കിൽ സാൻഡൽവുഡ് പൗഡർ ഉണ്ടാവുമല്ലോ, പൗഡറും നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ റോസ് വാട്ടർ ഒന്നിങ്ങനെ സ്പ്രേ ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഈ ചന്ദനത്തിൻ്റെ കഷ്ണം ഇങ്ങനെ ഉരച്ച് അതിൻ്റെയും നമ്മൾ ബാദാമിൻ്റെ പേസ്റ്റ് എത്ര എടുത്തോ അതേ അളവിൽ തന്നെ നമുക്ക് ചന്ദനം വേണം. ഈ ചന്ദനത്തിൻ്റെ പകരം നിങ്ങളുടെ കയ്യിൽ രക്തചന്ദനത്തിൻ്റെ കഷ്ണം ഉണ്ടെങ്കിലും അതും യൂസ് ചെയ്യാം. രണ്ടും നല്ലതാണ്. അപ്പോൾ ഈ ബാദാമിൻ്റെ പേസ്റ്റും രക്തചന്ദനത്തിൻ്റെ പേസ്റ്റും രണ്ടും കൂടിയിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചന്ദനം അല്ലെങ്കിൽ രക്തചന്ദനം യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ രണ്ടും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബാദാമിൻ്റെയും ചന്ദനത്തിൻ്റെ പേസ്റ്റ് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ 2 സാധനങ്ങൾ മാത്രമേ നമുക്ക് വേണ്ടൂ. ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് അത് ഒന്നിച്ച് ഒരു 2-3 ദിവസത്തേക്കുള്ളത് നമുക്ക് അരച്ചിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ മുഖം നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്ത് ക്ലെൻസ് ചെയ്ത് കഴുകിയതിന് ശേഷം നമുക്ക് ഈ പാക്ക് ഫുള്ള് മുഖത്ത് അപ്ലൈ ചെയ്യാം. മുഖത്തും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാം. ചെറിയ കുട്ടികൾക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചില കുട്ടികൾക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ നമ്മുടെ വായയുടെ 2 സൈഡും ഒരു എന്താ പറയുക, ഒരു ഡിസ്കളറേഷൻ പോലെയൊക്കെ കാണാം. ചെറുതായിട്ടൊരു കറുത്ത് ഇരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ കാണാം. അപ്പോൾ അതിനൊക്കെ ഇത് നല്ലതാണ്. റെഗുലറായിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുഖത്തും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 to 15 minutes വെയിറ്റ് ചെയ്യുക. അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവും. ഡ്രൈ ആയതിന് ശേഷം നമുക്കിത് നന്നായിട്ട് കഴുകി കളയാം. അപ്പോൾ കഴുകി കളഞ്ഞതിന് ശേഷം മുഖം മോയ്സ്ചറൈസ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ സാനുമോൾക്ക് തേച്ച് കൊടുത്തപ്പോൾ കൂടെ ഞാനും തേച്ചു. ഇപ്പം നിങ്ങൾക്കിത് ക്ലിയറായിട്ട് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാണ്. കാരണം ഈ വീഡിയോയിൽ തന്നെ സാനുമോളുടെ മുഖത്തുള്ളത് തുടച്ച് എടുത്ത് ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇത് ആദ്യത്തെ യൂസിൽ തന്നെ എനിക്ക് നല്ലൊരു ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ റെഗുലറായിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല സൂപ്പർ അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്കാണിത്. അപ്പോൾ യൂസ് ചെയ്ത് നോക്കണം. ജെൻസിന് യൂസ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഇന്ന ആൾക്കൊന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു പാക്കാണ്. അപ്പോൾ സാധനങ്ങൾ ഭയങ്കര ഹാപ്പിയായി. നല്ല സ്കിന്ന് നല്ല സോഫ്റ്റായിട്ടും നല്ലൊരു ഗ്ലോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.